السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, റിയലൈസോയുടെ ഈ പ്രൗഢ ഗംഭീരമായ വേദിയിൽ ഇസ്ലാം സന്തോഷമാണെന്ന എക്കാലത്തും പ്രശസ്തി ആർജിക്കുന്ന കേവലം 5-10 മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അസാധ്യവുമായ ഒരു വിഷയത്തിൻ്റെ ചില വീക്ഷണങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാം. ആദ്യമായി നാം ഒന്ന് ചിന്തിക്കണം, എന്താണ് ഇസ്ലാം നമുക്ക് സമ്മാനിക്കുന്നത്? പണമോ സ്ഥാനമോ ശക്തിയോ അല്ല, മറിച്ച് ഇസ്ലാം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത് സന്തോഷമാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പലർക്കും സമ്പത്തുണ്ടെങ്കിലും സമാധാനമില്ലാത്ത ജീവിതമാണ് നയിക്കുന്നത്. അതിന് ഉത്തരമാണ് ഇസ്ലാം നൽകുന്ന തുല്യതും സമത്വവുമുള്ള സമാധാനമായ മാർഗം. എന്താണ് ഈമാൻ? തന്നെ സൃഷ്ടിച്ച ഇന്നും പരിപാലിക്കുന്ന റബ്ബിലേക്ക് പ്രതീക്ഷയും അതോടൊപ്പം ഭയത്തോടും കൂടിയുമുള്ള സ്നേഹവുമാണ് ഈമാൻ. ഇസ്ലാമിലെ ഓരോ കീർത്തനങ്ങളും വിലക്കുകളും പ്രസ്തുത വിഷയത്തിന് ഊന്നൽ നൽകുന്നുണ്ട്. ഇസ്ലാം ഒരേ സമയം ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും സന്തോഷവും സമാധാനവുമാണ് ലക്ഷ്യമിടുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് സക്കാത്ത്. ഇസ്ലാം കാര്യങ്ങളിൽ 4-മതായി എണ്ണുന്ന ഈ സൽപ്രവർത്തിക്ക് പിന്നിലെ ലക്ഷ്യവും ലക്ഷ്യാബോധവും നാം മനസ്സിലാക്കണം. സമ്പന്നർ പാവപ്പെട്ടവരെ ചില നിയമങ്ങളോട് കൂടി പല രീതിയിലും സഹകരിക്കുന്ന ഈ സൽക്രിയയിലൂടെ നൽകുന്നവനും നൽകപ്പെടുന്നവനും സന്തോഷവും സമാധാനവുമാണ് ഇസ്ലാം ലക്ഷ്യമിടുന്നത്. സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ചെറു കാര്യമാണ് ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ പുണ്യധർമ്മമാണെന്ന വലിയ ആശയം. ഒരാൾ തൻ്റെ സഹോദരന്റെ ആവശ്യഘട്ടത്തിൽ സഹായിക്കുമ്പോഴാണ് ലോക സൃഷ്ടാവ് തൻ്റെ ആവശ്യഘട്ടത്തിൽ സഹായിക്കുക എന്ന തിരുവചനം പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും നീങ്ങണമെന്ന് ഇസ്ലാമിന്റെ ആഹ്വാനമാണ്. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ എപ്പോൾ കയറി ചെന്നാലും തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിരിക്കുന്നതായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു വാസ്തവമാണ്. ഇസ്ലാം സന്തോഷത്തിനും സമാധാനത്തിനും നൽകിയ വില എത്ര വലുതാണ്! ജീവിതം ഉടനീളം സങ്കടത്തിലാവാതെ, ടെൻഷൻ ആവാതെ, മുഷിപ്പിലാകാതെ ജീവിച്ച് മുന്നേറണമെന്നാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് നാം കാണുന്ന പല യുദ്ധങ്ങളും ബാക്കി വെക്കുന്ന മുഖ്യ കാര്യമാണ് മാനവകുലത്തിലെ ചില വിഭവങ്ങൾക്ക് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുക എന്നുള്ളത്. ഇത്തരം പ്രവണതകൾ തീർത്തും ഇസ്ലാം നിരോധിതമാണ്. ന്യൂജൻ കാലഘട്ടത്തിലെ സമൂഹം മുന്നോട്ട് വെക്കുന്ന പല കൂത്താട്ടങ്ങളും അവർക്ക് സന്തോഷം നൽകുന്നുവെങ്കിലും ഇസ്ലാം അതിനെ നിരോധിച്ചത് ഈ പോക്കൂത്തങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ഭാരതി കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ലക്ഷ്യം മനസ്സിലാക്കി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും സന്തോഷിക്കാൻ വകുപ്പുകൾ ഏറെയാണ്. ഖുർആനിൽ പല ഘട്ടത്തിലും പല രീതിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന പല തവണകളായി പറയുന്നതായി കാണാം. ഇത്തരത്തിലും മറ്റു ഇസ്ലാമിക ചരിത്ര പിന്നാമ്പുറങ്ങൾ പല രീതിയിലായാലും ഇസ്ലാം സന്തോഷത്തിന് നൽകുന്ന വില എക്കാലത്തും വ്യക്തമാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, തസൂറുൽ മരീള വതുതഇമുൽ ജാഹിയ വതഹറുറുൽ അസീറ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുകയും വിശന്നവനെ ഊട്ടുകയും ബന്ധസ്ഥനെ മോചിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും നീങ്ങണമെന്നാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ അധികരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പരസ്പരം സന്തോഷത്തിലും നീങ്ങണമെന്നാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കുടുംബ ദാമ്പത്തിക ജീവിതങ്ങളിലും സന്തോഷത്തിന് നേർമാർഗരേഖ ചൂണ്ടിക്കാട്ടിയവരാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയമാലതി ആയിഷ ബിയും തമ്മിൽ ഓട്ടമത്സരം നടത്തുന്നതായി ചരിത്രത്തിൽ കാണാം. ആദ്യ തവണ ആയിഷ ബി ജയിക്കുകയും പിന്നീട് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിക്കുകയും ചെയ്തു.
ഈ ഒരു കഥയിൽ ആരെ തോൽപ്പിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് ആ തിരു ദമ്പതിമാർക്കിടയിൽ നിലനിന്നിരുന്ന സ്നേഹവും സന്തോഷവുമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിലെ ഓരോ സുദിനങ്ങളും ഓരോ ഘട്ടങ്ങളും നാഥൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ സന്തോഷത്തിനാൽ നിറയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാറ്റ്കസ് വിളിക്കുന്നു ജനറൽ മാലപ്പാട്ട്. കാറ്റ്കസ് വിളിച്ചിരിക്കുന്നു ജനറൽ മാലപ്പാട്ട്. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അനിവാര്യ